എടേ ഈ ഓണത്തിന് നമുക്ക് ചിങ്ങത്തിന് പാല് വെച്ച് കയറാൻ പറ്റിയ ഒന്നല്ല രണ്ട് വീടുകളാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു വീടിന്റെ ഡിസൈൻ നോക്കുന്നത് നല്ല അടിപൊളി ഡിസൈനിലുള്ള ഒന്നല്ല രണ്ട് വീടുകളും, അത് ഫുള്ളി ഫർണിഷ്ഡ് വീടുകളാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു വീട് ഇത് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ അകത്തൊക്കെ, അതാണ് ഈ വീഡിയോയിൽ ഇപ്പം കാണിക്കാൻ പറ്റാത്തത്. ഈ ഒരു വീടിന്റെ പെയിന്റ് ഒക്കെ അടിക്കണതേ ഉള്ളൂ അകത്തോട്ട്. പിന്നെ ഈ വീട് നമുക്കിപ്പോൾ ഫുള്ളി ഫർണിഷ്ഡ് ഫുൾ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ആൾറെഡി ഇപ്പോൾ ഒരാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വീട്. അത്രയ്ക്ക് ഡിമാൻഡാണ്, ഒരുപാട് പേര് വന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ ഡിസൈൻ തന്നെ കാണുമ്പോൾ മനസ്സിലായോ, നല്ല അടിപൊളി വീടാണ്. അപ്പം ഞാൻ വെച്ച് നീട്ടുള്ള ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ നെയ്യാറ്റിങ്കര പെരുമ്പഴുതൂർ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ മാത്രം മാറിയിട്ട് നെയ്യാറ്റിങ്കര നിന്ന് നമ്മുടെ പെരിങ്ങടകുളം പോണ റോഡിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 250 മീറ്റർ മാത്രം മാറിയിട്ട് ഒരു കീടിലം വില്ല കമ്മ്യൂണിറ്റി കണ്ട. ഇത് നല്ലൊരു അടിപൊളി വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ രണ്ട് വീടുകളും വന്നിട്ടുള്ളത്. ഈ ഒരു വീട് നമുക്ക് 5 സെൻറ്റിൽ 1300 സ്ക്വയർ ഫീറ്റുള്ള ഫുള്ളി ഫർണിഷ്ഡ് വീടാണ്. 5 സെൻറ്റ് കൊണ്ട് 1300 സ്ക്വയർ ഫീറ്റാണ്. 3 BHK വീടാണ്. ഇത് നമുക്ക് 5 സെൻറ്റിൽ 1600 സ്ക്വയർ ഫീറ്റുള്ള 4 BHK വീടാണ്. ഇത് 4 BHK ആണ്, ഇത് 3 BHK ആണ്. പിന്നെ ഈ ഒരു വീട് നമുക്ക് നേരെ ഈ വീട് കാണാം. ഈ ഒരു വീടാണ് നമുക്കിപ്പോൾ ഫുൾ കണ്ടീഷനുള്ളത്. ഇവിടെ ഇതാ ഇൻ്റർലോക്കിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട ഇവിടെ ഫുള്ള് ഇതാ പുല്ലൊക്കെ വെച്ച് ഇതാ ഇങ്ങനെ ഇതെല്ലാം സെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഗാർഡൻ ഏരിയ നോക്കും, നല്ല ഒട്ടിപ്പൊളി ഗാർഡൻ ഏരിയ കേട്ടോ, സൂപ്പർ ഗാർഡൻ ഏരിയ. ഗാർഡൻ നോക്കും, നല്ല ഒട്ടിപ്പൊളി ഗാർഡൻ. ഇവിടെ കണ്ട ഇതിലൊരു വേറെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഒരു ഇത് നോക്ക് കണ്ട. നമുക്കിവിടെ തന്നെ പച്ചക്കറി കൃഷി ചെയ്ത് ഇതാ ചെയ്യാനുള്ള സ്പേസ് വരെ ഉണ്ട്. ഇതാ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇവിടെ എത്ര കാർ ഇടാൻ പറ്റും നിങ്ങൾ തന്നെ നോക്കി നോക്ക്. നല്ല ഒരു SUV വരെ പാർക്കിയുള്ള പാർക്കിംഗ് സ്പേസാണ് വന്നിട്ടുള്ളത്. കാരണം 5 സെൻറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ പറയണ്ട, നോക്ക് എത്ര കാർ വേണം നമുക്ക് ഇടാൻ പറ്റും ഫ്രണ്ടിൽ, കാരണം അത്രയ്ക്കുള്ള സ്പേസാണ് വന്നിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഒരു വലിയൊരു കിണർ സൗകര്യം ഇവിടെ വരുന്നുണ്ട് കണ്ട. നല്ല അടിപൊളി ഒരു കിണറാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഇതാ ഇവിടെ നോക്ക് കണ്ട, CCTV ഇരിക്കുന്നുണ്ട. ഇവിടെ ഫുള്ള് എല്ലായിടത്തും CCTV വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾക്ക് വേറെ ഒന്നും ഇനി കട്ടില ഒന്നും കൊണ്ടുവരണ്ട. ഇതിൻ്റെ അകം നിങ്ങൾ നോക്കണം, എല്ലാം ഉണ്ട്, ഫുള്ളി ഫർണിഷ്ഡ് ആണ്. എല്ലായിടത്തും കട്ടില എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോഴും നേരെ നമുക്കിനി വീട്ടിലോട്ട് കയറാം. ഈ ഒരു വീടിൻ്റെ അത് നമുക്ക് ഇൻറ്റീരിയർ ചെയ്തിരിക്കണം, നോക്ക് എന്ത് അടിപൊളിയെന്ന് കണ്ട. ഇൻറ്റീരിയർ വർക്ക് കണ്ടോ, നല്ല ഒട്ടിപ്പൊളി ഇൻറ്റീരിയർ വർക്കാണ് കണ്ട. മൊത്തം 3 BHK വീടാണ്. മൊത്തം 3 ബെഡ്റൂമാണ് വരുന്നത്. നമ്മുടെ താഴത്തെ നിലയിൽ 1 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ബെഡ്റൂം. നോക്ക് പുതിയ നല്ല അടിപൊളി വീടുകളിലൊക്കെ കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ബേ വിൻഡോ, അതിവിടെ ഉണ്ട് കേട്ടോ. 1 കോടിയുടെ ഒക്കെ വീട്ടിലൊക്കെയാണ് ഞാൻ സിറ്റിയിൽ ഇതേപോലത്തെ ബേ വിൻഡോ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ വീട്ടിൽ നമുക്ക് മീഡിയം ബഡ്ജറ്റ് വന്നിട്ടുള്ള വീടാണ്. കാരണം ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 58 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് ചോദിക്കുന്നത്. അത് നല്ല അടിപൊളി വീട് കണ്ട. ബേ വിൻഡോ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഇവിടെ എല്ലായിടത്തും ഫുള്ളി കബോർഡ് വർക്ക്സ്, എല്ലാ ബെഡ്റൂമിലും കബോർഡ് വർക്കുണ്ട്. താഴത്തെ 1 ബെഡ്റൂമിൽ നമുക്ക് ഇതിലൊരു ചെറിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ താഴത്തെ 1 ബെഡ്റൂമിൽ മാത്രമേ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരണുള്ളൂ. ഇതാ ഇവിടെ മാത്രമാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ജോൺസന്റെ ആണ് ഇവിടെ ബാത്റൂം വരുന്നത്. നമുക്ക് താഴെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം മാത്രമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. ഇതാ ഇവിടെ കണ്ട നല്ല സോഫ സെറ്റൊക്കെ ഇപ്പം ആൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനി ഒന്നും കൊണ്ടുവരണ്ട, നേരെ പാല് വെച്ച് കയറിയാൽ മാത്രം മതി. ഇതാണ് നമ്മുടെ നല്ല അടിപൊളി കിച്ചൺ. നല്ലൊരു സൂപ്പർ കിച്ചൺ. അത് ഫുള്ള് എല്ലായിടത്തും കബോർഡ് വർക്ക് ഉണ്ട്. മുകളിൽ കണ്ട ഇവിടെ ഫുള്ള് കബോർഡ് വർക്ക് ഉണ്ട്. കണ്ട ഇവിടെ കണ്ട നമുക്ക് മൊത്തം കബോർഡ് വർക്ക് ഉണ്ട്. പിന്നെ നമുക്ക് മിക്ക വീടും നോക്കുമ്പോൾ നമുക്ക് കിച്ചൺ കാണും, വർക്ക് ഏരിയ കാണൂല. നോക്ക് വർക്ക് ഏരിയ ഉണ്ട്, വർക്ക് ഏരിയ ഉണ്ട്. അങ്ങനെ വർക്ക് ഏരിയ ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് 5 സെന്റ് ഉള്ളതുകൊണ്ട് നല്ല സ്പേസ് കണ്ട. ഇവിടെ പച്ചക്കറി കൃഷിക്കുള്ള സ്പേസ് ഉണ്ട്. തുണിയനൊക്കെയുള്ളത് കല്ല് ഇവിടെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല പഴയ ആൾക്കാരുടെ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് കിട്ടണേണ്ടതാ. നോക്ക് കുളം, നമുക്ക് സിറ്റിയിലൊക്കെ താമസിക്കുമ്പോൾ ഇതുപോലത്തെ കുളം അങ്ങനെയൊന്നും കാണൂല. കുളവും ഉണ്ട്. പിന്നെ ഇത് അങ്ങോട്ട് നോക്കുന്നത് അവിടെ ഫുള്ള് മലനിരയാണ്, നല്ല ഹിൽ വ്യൂ ആണ്. ഹിൽ വ്യൂ ഈ ഒരു കുളവും കൂടെ വന്നപ്പോൾ നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണേ. അപ്പോൾ നമുക്കിനി നേരെ വെച്ച് നീട്ടുള്ള നമുക്ക് മുകളിലോട്ട് പോകാം. അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ വിട്ടുപോയി. എന്ത് നോക്ക്, ഇതൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. ഇവിടെയൊക്കെ പുതിയ വീടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്ലോട്ടൊക്കെ സെയിലായിട്ടുണ്ട്. ഇതിലൊക്കെ പുതിയ വീടുകളൊക്കെ ഇനിയിപ്പം വരും. ഇവിടെ ഫുള്ള് ഒരു അടിപൊളി വില്ല കമ്മ്യൂണിറ്റി ആവാൻ പോകുകയാണ്. അപ്പോൾ നമുക്കിനി നേരെ നമുക്ക് മുകളിലോട്ട് പോകാം. മുകളിലത്തെ നിലയിൽ പോകാം. മുകളിൽ പോയി കണ്ടിട്ട് വരാം. ഒരു കാര്യം ഞാൻ കാണിച്ചു തന്നില്ലല്ലോ, ഇത് നോക്കുക. ഇതിൻ്റെ മുകളിൽ ഇവിടെ ഫാനുണ്ട്. ഇവിടെ ഇതാണ് നമ്മളെ റിമോട്ട്. ഇത് വെച്ചിട്ട് ഫാൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ മുകളിൽ ഫാൻ വെച്ചിട്ടുണ്ട്. ഈ ചാനലിയർ സെറ്റപ്പിൻ്റെ മുകളിൽ ഫാനുണ്ട്. അത് നല്ല അടിപൊളി കേട്ടോ. ഉണ്ട് നോക്കി കറങ്ങി നോക്കി, സെറ്റല്ലേ. അങ്ങനെ ഒരു അടിപൊളി സെറ്റപ്പും കൂടെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഫാൻ ഓഫ് ആയിരുന്നു. ഫാൻ ഓഫ് ആയി. അപ്പം ഇനി നേരെ നമുക്ക് മുകളിലോട്ട് പോവാം. ഇവിടെ ഒരു മിറർ യൂണിറ്റ് ഉണ്ട് കണ്ടോ. ഇവിടെ ഒരു മിറർ യൂണിറ്റ് നമുക്ക് കയറി പോകുമ്പം ഇവിടെ താഴെ സ്ട്രിപ്പ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് മുകളിലോട്ടാണ് പോണത്.
നമുക്ക് മുകളിൽ നമുക്കിതാ ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ ഒരു ബെഡ്റൂം, പിന്നെ അതേപോലെ തന്നെ ഇപ്പുറത്തെ ഒരു ബെഡ്റൂം, പിന്നെ നമുക്ക് വന്നിട്ട് ഒരു കോമൺ ബാത്റൂമാണ് ഇതാ ഇവിടെ വരുന്നത്. ഇവിടെ ഒരു കോമൺ ബാത്റൂം. അങ്ങനെയാണ് നമ്മുടെ മുകളിലത്തെ നില വന്നിട്ടുള്ളത്. മുകളിൽ നമുക്ക് ചെറിയൊരു സ്പേസ് ആണ് വരുന്നത്. അതേപോലെ ഇതാ ഇവിടെ ബാൽക്കണി ഏരിയ ഉണ്ടോ, നമുക്ക് ചെറിയൊരു അടിപൊളി ബാൽക്കണി ഏരിയ എന്താ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ കണ്ട നല്ല അടിപൊളി ഇതാ ഫുള്ള് ഗാർഡനും എല്ലാം കാണാം. ഇത് കണ്ട നമുക്ക് ഈ റോഡുണ്ടല്ലോ ഇത് ടാർ ചെയ്ത് തരും കേട്ടോ. ഈ ലോറി പോണ വഴിയാണ് കേട്ടോ. ലോറി കിടക്കണണ്ട, വേറെ ഒന്നും നോക്കണ്ട, ദാ അവിടെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല. ലോറി കിടപ്പുണ്ട്, ലോറി പോണ വഴിയാണ്. അപ്പോൾ നമ്മുടെ ഈ വീട് മാത്രമല്ല, തൊട്ടപ്പുറത്തെ വീടും കൂടെ ഉണ്ട്. തൊട്ടപ്പുറത്തെ വീട് നമുക്കിവിടെ നിന്ന് ജസ്റ്റ് ഇതാ ഈ ഒരു വീട്, ഇത് 1600 സ്ക്വയർ ഫീറ്റ് ആണ്. 4 BHK ആണ്. ഇവിടെ അകത്ത് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതാണ് ഈ കാണിക്കാൻ പറ്റാത്ത വീഡിയോയിൽ. ഇതൊക്കെ നമുക്ക് വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് എത്രയെന്ന് ഞാൻ പറയാം. ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് 55 ലക്ഷം രൂപയാണ്. CCTV ഫുള്ളി ഫർണിഷ്ഡ്, അത് നല്ല കിടിലായിട്ട് ഇന്റീരിയർ വർക്കെല്ലാം ചെയ്ത് ഈ ഒരു വീടിന് ചോദിക്കുന്ന വെറും 55 ലക്ഷം രൂപ. 5 സെന്റ് സ്ഥലവും കൂടെ കിട്ടും. അപ്പം 55 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീട്ടിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വീടും മറ്റേ തൊട്ടപ്പുറത്തിരിക്കുന്ന വീട്, ആ വീട്ടിലായാലും ഈ വീട്ടിലായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഡയറക്റ്റ് നമ്മളെ വിളിക്കാം. പറഞ്ഞ പ്രൈസിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. ഈ നമ്പറിൽ ഡയറക്റ്റ് വിളിച്ചോ. പിന്നെ ഇനി നിങ്ങൾക്ക് നമുക്ക് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് ഇവിടെ നിന്ന് ഉള്ള ഒരു കാര്യം ഞാൻ വിട്ടുപോയി. നമുക്കിവിടെ നിന്ന് ലൊക്കേഷൻ ആക്സസ് വന്നിട്ട് പെരുമ്പഴൂർ ജംഗ്ഷൻ, പെരുമ്പഴൂർ സ്കൂളെല്ലാം പോകും 1.5 കിലോമീറ്ററൊക്കെ വരുള്ളൂ. ഇവിടെ നേരെ പെരിങ്കടമുള്ള പോണ റോഡാണ്. അവിടെ നിന്ന് നേരെ നമുക്ക് പെരുമ്പഴൂർ കയറി അവിടെ സ്കൂളുണ്ട്. പിന്നെ നമുക്ക് ഒരു 3 കിലോമീറ്റർ പോയാൽ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലായി, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നെയ്യാറ്റിൻകര കോടതിയായി, നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡ്, നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷൻ എല്ലാം 3.5 കിലോമീറ്ററൊക്കെ വരും. നെയ്യാറ്റിൻകര ജംഗ്ഷൻ 4 കിലോമീറ്ററൊക്കെയാണ് വരണം നമുക്കങ്ങനെ. നെയ്യാറ്റിൻകര ജംഗ്ഷൻ, അതേപോലെ തന്നെ നെയ്യാറ്റിൻകര കോടതി, നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റൽ, പിന്നെ ഇവിടെ നേരെ പോകുമ്പോൾ പെരുമ്പഴൂർ എത്തുമ്പോൾ നമ്മുടെ പെരുമ്പഴൂർ സ്കൂളായി, നമ്മുടെ ഗവൺമെൻറ് സ്കൂളായി. അപ്പോൾ സ്കൂളും കാര്യങ്ങളും ഹോസ്പിറ്റലും എല്ലാം ജസ്റ്റ് 3-4 കിലോമീറ്റർ റേഡിയസിനകത്ത് വരും. അതായത് നെയ്യാറ്റിൻകരയിൽ അത്യാവശ്യം നല്ലൊരു ഏരിയയാണ് നമ്മുടെ പെരുമ്പഴൂർ. അപ്പോൾ പെരുമ്പഴൂരിലാണ് ഈ വീട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ നമ്പറിൽ ഡയറക്റ്റ് വിളിച്ച് സെറ്റ് ആക്കാൻ പറ്റും. പിന്നെ ഇനിയും നിങ്ങൾക്ക് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തൊക്കെ നല്ല അടിപൊളി ഇതേപോലത്തെ വീടുകൾ ഇനിയും വേണമെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് വെച്ചിരിക്കണേ. കാരണം നമ്മുടെ പേജിലായിരിക്കും നെയ്യാറ്റിൻകരയിൽ ഇതേപോലത്തെ മീഡിയം ബഡ്ജറ്റിന് നല്ല അടിപൊളിയായിട്ടുള്ള ഇതേപോലത്തെ ഒരു സൂപ്പർ വീടുകൾ ഇനിയും കിട്ടുകയുള്ളൂ.